അമ്മേനെ കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഒരു ഓർമ്മയാണ്. അവരിപ്പോൾ അടുത്ത് മരിച്ചുപോയി. പിന്നെ മക്കളെല്ലാം കല്യാണം കഴിഞ്ഞ് ദൂരെ താമസമായി. അപ്പം നമ്മളിവിടെ വരികയും ഓർമ്മ പുതുക്കുകയും ചെയ്യുന്നതാണ്. അതാണ്ട് ഈ കാണുന്ന ഒരു ആർച്ച് പോലെ ഉള്ള ഒരു മരത്തിൽ തന്നെ ഒരു ആർച്ചായിട്ട് ചുറ്റിയിരിക്കുന്ന ഒരു മരമാണ്. അതിലും അവിടെ പൂക്കളിങ്ങനെ ഇതായി തൂങ്ങി ഇങ്ങനെ കിടക്കും. അതല്ല ഇപ്പം ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ നല്ല പ്രകൃതി ഭംഗിയായ ലില്ലി പൂക്കളാണ് ഇവിടെ ഇങ്ങനെ പൂത്ത് വിരിഞ്ഞ് നിൽക്കുന്നത്. കണ്ടാൽ അതിമനോഹരമാണ്. അപ്പം നമുക്കത് കൗതുകം തരുന്ന കണക്ക് അത്രയും നട്ടു വളർത്തിയ കണക്ക് തന്നെ അങ്ങനെ ഇരിക്കുന്നു. പണ്ടത്തെ കാലത്ത് അമ്മ ഉള്ള സമയത്ത് ലില്ലി പൂ നട്ടിട്ടുണ്ടാവും. അതിങ്ങനെ അതിൻ്റെ ഒരു കായിൽ നിന്ന് ഇങ്ങനെ കിളിച്ച് ഇങ്ങനെ ധാരാളം ചെടികളായി ഒരു ലില്ലി തോട്ടം തന്നെ ഇവിടെ ഉണ്ട് കാണാൻ. ദാണ്ട നോക്കിയാണ് എത്ര ഭംഗിയാർന്ന പൂക്കളാണ് ഇവിടെ കിടക്കുന്നത്. അപ്പം നമുക്ക് കണ്ടപ്പോൾ അതിശയായിപ്പോൾ. ഇത് ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പറയാനേ ഇല്ല. ഇവിടെ പിന്നെ ഇതിനെ പറ്റിയിട്ട് യാതൊരു മതിപ്പും ഇല്ലാത്തത് കൊണ്ട് ഇതിങ്ങനെ കിടക്കുകയാണ്. നമുക്കത് ഭയങ്കര ഒരു സന്തോഷം കണ്ടപ്പോഴത്തേക്ക്. അപ്പം ഇതിങ്ങനെ കാണുമ്പോൾ ആ പൂക്കളുടെ കളറും എല്ലാം വർണ്ണിക്കാൻ പറ്റത്തില്ല അങ്ങനെ. പിന്നെ ഇവിടെ ഒരു പഴയ ഒരു കുളമുണ്ട്, കാണാനും അത്ര നല്ലതാണ്. അന്നത്തെ ആ സമയത്ത് എല്ലാവരും കുളിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇപ്പം പിന്നെ കുളത്തിലാരും കുളിക്കുന്നില്ല, ഇവിടെ തന്നെ കാണാം. ഇപ്പം ഈ പൂക്കളുടെ വർണ്ണനയായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കയറി നടന്ന് അതിൻ്റെ സീനറിയും പൂക്കളും ഒക്കെ കാണുന്നതാണ് സന്തോഷം. പൂക്കൾ കണ്ടപ്പം പിന്നെ ഇതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് മാറാൻ തന്നെ തോന്നുന്നില്ലായിരുന്നു. ഇതാണ്ട കുളം കണ്ടില്ലേ, പഴയ കുളമാണ്, വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കുളമാണ്. അപ്പം വെള്ളമില്ലാത്ത സമയത്ത് ഇവിടെ എപ്പോഴും വെള്ളം കാണും. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നാണ് കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം പിന്നെ ആരും ഉപയോഗിക്കുന്നില്ല, ഇങ്ങനെ തന്നെ കിടക്കുകയാണ് ഇത്. കണ്ടില്ലേ, കാടും നല്ല കൃഷിത്തോട്ടങ്ങളും റബ്ബർ തോട്ടങ്ങളും ഒക്കെയാണ് ഇതിന് ചുറ്റും സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കാടായിട്ട് നമുക്ക് തോന്നുന്നതേ ഉള്ളൂ, പക്ഷേ എല്ലാം റബ്ബർ തോട്ടങ്ങളാണ്, വാഴത്തോട്ടങ്ങളും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പം നമ്മൾ പോകുന്നത് വരെ ഇങ്ങനെ ഇറങ്ങി വന്ന് നോക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അപ്പം ബാംഗ്ലൂർ, നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയാണല്ലോ. അപ്പോൾ കേരളത്തിലെ ആ കാറ്റും എല്ലാം കൊണ്ട് എത്ര ചൂടായാലും നമുക്ക് അറിഞ്ഞാലും ആ ഒരു അന്തരീക്ഷം ഒരു പ്രത്യേകതയാണ്. നല്ല കുളിർമയാർന്ന കാറ്റും നല്ല പച്ച കളറിലുള്ള ആ സ്ഥലങ്ങളും വാഴത്തോട്ടങ്ങളും എല്ലാം കാണുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഇവിടെ തന്നെ